നമസ്കാരം. നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഭാരതത്തിൽ ലയിക്കുവാൻ വിസമ്മതിച്ച മറ്റൊരു നാട്ടുരാജ്യമായിരുന്നു ഹൈദരാബാദ്. മറ്റു നാട്ടുരാജ്യങ്ങളെ അപേക്ഷിച്ച് ഹൈദരാബാദ് വളരെ വലുതായിരുന്നു. ഏതാണ്ട് 2.25 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നു ഹൈദരാബാദിന്റെ വലിപ്പം. 1.5 കോടി ജനസംഖ്യ, 85% ഹിന്ദുക്കൾ. സ്വന്തമായിട്ട് കറൻസിയും സ്റ്റാമ്പും ഒക്കെ ഹൈദരാബാദിനുണ്ടായിരുന്നു. നൈസാം ആയിരുന്നു ഹൈദരാബാദിന്റെ രാജാവ്. നൈസാമിന്റെ ഭരണത്തിന് കീഴിൽ ഹിന്ദുക്കൾ രണ്ടാംകിട പൗരന്മാരായിരുന്നു. പോലീസും ആർമിയും ഉൾപ്പെടെ സകല ഗവൺമെന്റ് ജോലികളും മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതോടെ ഹൈദരാബാദ് ഒരു സ്വതന്ത്ര രാജ്യമാകുമെന്ന് നൈസാമും പ്രഖ്യാപിച്ചു. ഹൈദരാബാദ് പിടിച്ചെടുക്കുവാൻ ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടായാൽ അതിന് വില നൽകേണ്ടി വരിക അവിടുത്തെ ഹിന്ദുക്കളായിരിക്കുമെന്ന് നൈസാം ഭീഷണിപ്പെടുത്തി. മാത്രമല്ല, ബ്രിട്ടീഷുകാരുമായി ചേർന്ന് സ്വന്തം പൊസിഷൻ ശക്തിപ്പെടുത്തുവാനുള്ള പല തീരുമാനങ്ങളും നൈസാം നടപ്പിലാക്കി. ഈ പോർട്ടുഗീസുകാരുടെ കയ്യിൽ നിന്നും ഗോവയിൽ ഒരു പോർട്ട് നൈസാം അക്വയർ ചെയ്തു. ഹൈദരാബാദിൽ നിന്നും ഗോവയിലേക്ക് ഒരു റെയിൽ കോറിഡോർ ആരംഭിക്കുവാനുള്ള അംഗീകാരം ഇയാൾ ബ്രിട്ടീഷുകാരിൽ നിന്നും വാങ്ങി. കൂടാതെ പല സ്ഥലത്തു നിന്നും ധാരാളം ആയുധങ്ങൾ സംഭരിക്കുവാൻ ആരംഭിച്ചു. ആർമിയിലേക്ക് ധാരാളം മുസ്ലിങ്ങളെ റിക്രൂട്ട് ചെയ്തു. ധാരാളം ദളിതുകളെ ബലാത്കാരമായി ഇസ്ലാമിലേക്ക് മതം മാറ്റി. ഹിന്ദുക്കളെ ഉപദ്രവിക്കുക, അവരുടെ കണ്ണ് ചൂഴ്ന്നെടുക്കുക, അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, എങ്ങനെയെങ്കിലും അവരെ അവിടെ നിന്ന് ഓടിച്ചു വിടുക. ഇതൊക്കെ ചെയ്തത് നൈസാമിന്റെ സ്റ്റേറ്റ് പോലീസുകാർ തന്നെയായിരുന്നു. ഹൈദരാബാദിനെ ഭാരതത്തിൽ ലയിപ്പിക്കുവാൻ പട്ടേൽ നൈസാമുമായി ധാരാളം ചർച്ചകൾ നടത്തി. എല്ലാം പരാജയപ്പെട്ടു. സൈനിക നടപടി അല്ലാതെ മറ്റു മാർഗമില്ല എന്ന കൺക്ലൂഷനിൽ പട്ടേൽ എത്തിച്ചേർന്നു. എന്നാൽ ഒരു സൈനിക നടപടിക്ക് നെഹ്റുവോ മൗണ്ട് ബാറ്റനോ മഹാത്മാഗാന്ധിയോ സമ്മതമായിരുന്നില്ല. ഹൈദരാബാദ് വിഷയത്തിൽ പട്ടേലിന് മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രതിരോധം ഈ 3 പേരുമായിരുന്നു. ഒരു തരത്തിലും സൈനിക നടപടിയുമായി മുന്നോട്ട് പോകുവാൻ ഈ 3 പേരും പട്ടേലിനെ സമ്മതിച്ചില്ല. നെഹ്റുവിന് ഇന്റർനാഷണൽ ഇമേജ് പോകുമോ എന്ന് ഭയം, അഹിംസാവാദികളെ ലോകം തെറ്റിദ്ധരിക്കുമോ എന്ന് ഭയം. നൈസാമിന്റെ ഭരണത്തിൽ ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടപ്പോഴോ, അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോഴോ, അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ടപ്പോഴോ ഇവർക്കാർക്കും ഒരു മനോവിഷമവും ഉണ്ടായില്ല. 1948 പാകിസ്ഥാൻ കാശ്മീരിനെ ആക്രമിച്ച് അതിന്റെ ഭാഗമാക്കുവാൻ ശ്രമിച്ചപ്പോൾ മൗണ്ട് ബാറ്റനോ നെഹ്റുവോ ഒരക്ഷരം മിണ്ടിയില്ല. ഹൈദരാബാദിനെ ആക്രമിക്കുമ്പോൾ, ഹൈദരാബാദിന്റെ കാര്യം വരുമ്പോൾ നൈസാമിനെ ആക്രമിക്കരുതെന്ന് നെഹ്റുവിനും മൗണ്ട് ബാറ്റനും നിർബന്ധമുണ്ട്. അന്നേരം ഭാരതം ലിബറൽ ആവണം, അഹിംസ ഉയർത്തിപ്പിടിക്കണം, ലോകത്തിന്റെ മുന്നിൽ ഇമേജ് സംരക്ഷിക്കണം. കാശ്മീരിൽ ഷെയ്ഖ് അബ്ദുള്ള മഹാരാജാവിനെ അധിക്ഷേപിച്ചപ്പോഴൊക്കെ നെഹ്റു നിസ്സംഗനായി ഷെയ്ഖ് അബ്ദുള്ളയെ പിന്തുണയ്ക്കുകയായിരുന്നു. കാശ്മീരിൽ മഹാരാജാവിന്റെ ഭരണം നെഹ്റുവിനെ സംബന്ധിച്ച് ഫ്യൂഡൽ ഭരണമായിരുന്നു. ബട്ട് ഹൈദരാബാദ് നൈസാം വാസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ഫോർ നെഹ്റു. ഹൈദരാബാദിൽ നടന്ന ഹിന്ദു വംശഹത്യയൊക്കെ നെഹ്റുവിനെ സംബന്ധിച്ച് വളരെ നിസ്സാരമായിരുന്നു എന്ന് തോന്നിപ്പോകും. കാരണം ഹൈദരാബാദിലെ ഹിന്ദു വംശഹത്യ കുറച്ചുകൂടെ വ്യാപകമാകട്ടെ, എന്നിട്ട് ആർമിയെ അയക്കാം എന്ന നിലപാടായിരുന്നു നെഹ്റുവിൻ്റെത്. കാരണം അങ്ങനെ ആർമിയെ അയക്കുമ്പോൾ അത് ലോകത്തിന്റെ മുന്നിൽ ന്യായീകരിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ഇത് ഞാൻ പറയുന്നതല്ല, മൗണ്ട് ബാറ്റൻ നെഹ്റു പറഞ്ഞതായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. ഹൈദരാബാദിലേക്ക് ആർമി മൂവ്മെന്റ് വേണമെന്ന സർദാർ പട്ടേലിന്റെ സകല നിർദ്ദേശങ്ങളും നെഹ്റുവും മൗണ്ട് ബാറ്റനും കൂടെ തള്ളിക്കളഞ്ഞു. മാത്രമല്ല, പട്ടേലിന്റെ എതിർപ്പിനെ മറികടന്ന് നൈസാമുമായി ഒരു സ്റ്റാറ്റസ് കോ എഗ്രിമെന്റ്, തൽസ്ഥിതി തുടരുവാനുള്ള ഉടമ്പടി നെഹ്റു ഒപ്പുവെച്ചു. ഇത് ഫലത്തിൽ നൈസാമിന് ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുവാൻ 1 കൊല്ലം കൂടി സമയം കൊടുത്തു. ഈ കിട്ടിയ സമയം മുഴുവൻ അയാൾ ഭാരതത്തിനെതിരെ നന്നായി ഉപയോഗിച്ചു. ഈ കാലയളവിൽ അയാൾ 20 കോടി രൂപ പാകിസ്ഥാനിൽ ലോൺ കൊടുത്തു. എന്നിട്ട് വലിയ തോതിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി. ഹിന്ദു വംശഹത്യ പൂർവാധികം ശക്തമായി തന്നെ തുടർന്നു. അപ്പോഴേക്കും മൗണ്ട് ബാറ്റൻ ഇംഗ്ലണ്ടിലേക്ക് തിരികെ പോയി. സി രാജഗോപാലാചാരി ഭാരതത്തിന്റെ പുതിയ ഗവർണർ ജനറലായി ചുമതലയേറ്റു. നിർഭാഗ്യവശാൽ പുതിയ ഗവർണർ ജനറലായി അധികാരമേറ്റ രാജാജിയും നെഹ്റുവിന് ഒരു ഇന്റലക്ച്വൽ സപ്പോർട്ട് കൊടുക്കുകയല്ലാതെ പട്ടേലിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. 1948 സെപ്റ്റംബർ 8 ചേർന്ന ക്യാബിനറ്റ് മീറ്റിംഗിൽ നൈസാമിന്റെ തീവ്രവാദ സംഘം നടത്തുന്ന ക്രൂരതകൾ പട്ടേൽ വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചു. നെഹ്റു പട്ടേലിനെ ആ മീറ്റിംഗിൽ വെച്ച് ശക്തമായിട്ട് എതിർത്തു. സകല നിയന്ത്രണവും വിട്ട്, താങ്കൾ തികഞ്ഞ വർഗീയവാദിയാണ്, എനിക്ക് താങ്കളുടെ ഉപദേശം വേണ്ട എന്ന് നെഹ്റു പട്ടേലിനോട് തട്ടിക്കയറി. തന്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പറുകളുമായി പട്ടേൽ റൂമിന് പുറത്തുപോയി. അതിനുശേഷം അദ്ദേഹം ക്യാബിനറ്റ് മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്തിരുന്നില്ല. നെഹ്റുവിന് ഹൈദരാബാദിലോട്ട് ആർമിയെ വിടണ്ട,
അന്നത്തെ പത്ര റിപ്പോർട്ടുകൾ പറയുന്നത് നെഹ്റുവിന്റെ ആവശ്യം കാശ്മീർ പോലെ ഹൈദരാബാദും UN കൊണ്ടുപോകണം. അതങ്ങാണം സംഭവിച്ചിരുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഭാരതത്തിന്റെ നടുക്ക് പാകിസ്ഥാൻ നമ്പർ 2. ക്യാബിനറ്റ് മീറ്റിംഗിൽ പട്ടേലിനെ സപ്പോർട്ട് ചെയ്തു എന്ന പേരിൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയെ നെഹ്റു പ്രത്യേകം വിളിച്ച് പ്രതിഷേധം അറിയിച്ചു. മാത്രമല്ല, ഈ ഭാരതം ഹൈദരാബാദിനെ ആക്രമിച്ചാൽ പാകിസ്ഥാൻ വെസ്റ്റ് ബംഗാളിനെ ആക്രമിച്ചേക്കാം എന്നൊരു തിയറിയും മുഖർജിയോട് നെഹ്റു പറഞ്ഞു കൊടുത്തു. അതിന് മുഖർജി പറഞ്ഞ മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ദേശീയ താല്പര്യത്തിന് വേണ്ടി ത്യാഗം സഹിക്കുവാൻ ഞാൻ ഉൾപ്പെടെയുള്ള ബംഗാളികൾ എന്നും തയ്യാറാണ് എന്നാണ്. ഹൈദരാബാദിൽ സൈനിക നടപടി എടുക്കുന്നതിൽ സർദാർ പട്ടേലിന്റെ മുന്നിലെ ഏറ്റവും വലിയ പ്രതിരോധം നെഹ്റുവും മൗണ്ട് ബാറ്റനുമായിരുന്നു. എന്നാൽ മൗണ്ട് ബാറ്റൻ ഇംഗ്ലണ്ടിലേക്ക് തിരികെ പോയതിനു ശേഷം 2 പ്രാവശ്യം സൈന്യത്തെ ഹൈദരാബാദിലേക്ക് അയക്കുവാൻ പട്ടേൽ ശ്രമിച്ചു. ആ 2 പ്രാവശ്യവും നെഹ്റുവും രാജാജിയും ഇടപെട്ടത് തടഞ്ഞു. 3ാമത് പട്ടേൽ വീണ്ടും സൈനിക നടപടി പ്ലാൻ ചെയ്തു. ഇതറിഞ്ഞ നൈസാം ആ നടപടി ക്യാൻസൽ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നെഹ്റുവിനും രാജാജിക്കും ഒരു അപേക്ഷ നൽകി. ഭാഗ്യവശാൽ ആ അപേക്ഷയ്ക്ക് ഒരു മറുപടി ഡ്രാഫ്റ്റ് ചെയ്യുവാൻ നെഹ്റുവും രാജാജിയും പട്ടേലിനെയും അദ്ദേഹത്തിന്റെ സെക്രട്ടറി VP മെനോനെയും ചുമതലപ്പെടുത്തി. നൈസാമിനുള്ള സർദാർ പട്ടേലിന്റെ മറുപടി ഇതായിരുന്നു: എന്റെ സൈന്യം ഹൈദരാബാദിൽ എത്തിക്കഴിഞ്ഞു, നടപടി നിർത്തിവെക്കുവാൻ സാധിക്കുകയില്ല. 1948 സെപ്റ്റംബർ 13 മേജർ JN ചൗധരിയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ പോളോ ആരംഭിച്ചു. 108 മണിക്കൂർ നേരത്തെ സൈനിക നടപടിയിലൂടെ ഹൈദരാബാദ് ഭാരതത്തിന്റെ ഭാഗമായി. സെപ്റ്റംബർ 18 ചൗധരി ഹൈദരാബാദിന്റെ മിലിറ്ററി ഗവർണറായി ചുമതലയേറ്റു. സർദാർ വല്ലഭായ് പട്ടേൽ, അങ്ങേ ഞങ്ങൾ അഗാധമായി സ്നേഹിക്കുന്നു. അങ്ങ് ജനിച്ച ഈ ഭാരതത്തിൽ ജനിക്കുവാൻ സാധിച്ചത് തന്നെ മഹാഭാഗ്യമെന്ന് കരുതുന്നു. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.